ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കറിയാം കുറച്ച് 2-3 ആഴ്ചകളായിട്ട് NCA കാറ്റഗറിയിലുള്ള LPSA NCA കാറ്റഗറിയിലുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിലായി നടന്ന എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ 2 ജില്ലകൾ കൂടെ NCA ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതേതാണെന്ന് നോക്കാം. വയനാട് ജില്ലയിൽ ആദ്യം വന്നിട്ടുള്ള വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് NCA ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള NCA ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അത് ഇന്നലെ 15-ാം തീയതി 15/11/24 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത്. 513/2023 513/2023 LP സ്കൂൾ ടീച്ചറാണ്. അപ്പം ഈ ഒരു എക്സാം എഴുതിയവർ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. ഇത് ആകെ കുറച്ച് മെമ്പേഴ്സേ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ അത് എത്രയൊക്കെയാണെന്ന് നോക്കാം. എത്ര കാൻഡിഡേറ്റാണ്? 10 പേര് മാത്രമേ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. 25.33 ആണ് ഇതിൻ്റെ കട്ട് ഓഫ്. 25.33 25.33 കട്ട് ഓഫ്. 10 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തന്നെ ഫസ്റ്റ് NCA ഹിന്ദു നാടാർ കാറ്റഗറി തന്നെ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ളത്. ഇന്നലെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാറ്റഗറി നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 215/2023 215/2023. ഇതിലും കുറച്ച് ആൾക്കാർ മാത്രമേ ഉൾപ്പെട്ടുള്ളൂ. കാൻഡിഡേറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ 9 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കട്ട് ഓഫ് കൊടുത്തത് കാണുന്നില്ല. 9 പേർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ജില്ലകൾ വയനാട് കോഴിക്കോട് ജില്ലകൾ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ടവർ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുക. ആർക്കെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും LPSA UPSA കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.